ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കാനഡ ഡേയ്സ്. ഇപ്പോൾ കുറേ നാളിന് ശേഷമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. ശരിക്കും ഫുൾ ടൈം നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമില്ല കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടി. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇവിടുത്തെ നഴ്സിംഗ് ജോലിയെ പറ്റിയും പിന്നെന്താ ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം അങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഓഡിയോ അയക്കും. പക്ഷേ ഇവിടെയുള്ള വേറൊരാൾ ഇതിനൊന്നും സമ്മതിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഇന്ന് ഒരു മെസ്സേജ് ഇട്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇതുപോലെ കാനഡയിലെ നഴ്സിംഗ് എങ്ങനെയുണ്ട് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പം അന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. എന്താ പറയുക, ഇത് ശരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊവിൻസ് അതുപോലെ ഏരിയ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെയിനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒണ്ടാരിയോയിലാണുള്ളത്. ഒണ്ടാരിയോയിൽ ഏജാക്സിലാണ്. ഇപ്പോൾ ഏജാക്സിൽ ഏക്രിഡ്ജ് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫുൾ ടൈം രജിസ്റ്റേർഡ് നേഴ്സായിട്ടാട്ടോ ജോലി ചെയ്യുന്നത്. എനിക്കിവിടെ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്കിപ്പം ഫുൾ ടൈം പാർട്ട് ടൈം അതുപോലെ ക്യാഷ്വൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ ഇപ്പം 2 പേർക്കും ഫുൾ ടൈം ജോലി ചെയ്യാന്ന് പറയുന്നത് പാടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെയുള്ളപ്പോൾ പാർട്ട് ടൈം ഓപ്ഷൻ എടുക്കാം. പിന്നെ അതിൽ വ്യത്യാസം തോന്നിയ ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവർ കട്ട് ചെയ്യും. എന്താ വെച്ചാൽ നമ്മുടെ പെൻഷൻ പ്ലാനിലേക്ക് അതുപോലെ നമ്മുടെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കട്ടിങ് ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറേ ആവഴിക്ക് അങ്ങനെ എന്താ പറയുക കട്ട് ചെയ്യും. പക്ഷേ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മൾ റിട്ടയർമെൻറ്റ് ഇതിലേക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ സിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഫുൾ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും നമുക്കും ഫാമിലിക്കും വേണ്ടി. പിന്നെ ഇപ്പോൾ പാർട്ട് ടൈം ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഫുൾ ടൈം അവേഴ്സ് തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ വേക്കൻസി വരുമ്പോൾ അതായത് ഇപ്പോൾ ഫുൾ ടൈം ആൾക്കാർ സിക്ക് വിളിക്കുമ്പം അങ്ങനെയൊക്കെ പാർട്ട് ടൈം ആൾക്കാർ പിക്ക് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് സിസ്റ്റം ആണോ പേപ്പർ വർക്ക്സ് ഉണ്ടോ അങ്ങനെയൊക്കെ. അതും ശരിക്കും ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ. ഇവിടെ സിസ്റ്റം വർക്കാണ്. ഈവൻ നമ്മൾ മെഡിസിനൊക്കെ നമ്മുടെ ചെറിയ റോവർ പോലത്തെ ഫോൺ പോലെയുള്ള സാധനം വെച്ച് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ നമുക്ക് ഒരു ട്രെയിനിങ് പീരീഡിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ നമ്മളത് വൺസ് അതുമായിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പം അതാട്ടോ എളുപ്പം. മെഡിക്കേഷൻ ഇററൊക്കെ വരുന്നത് കുറയാനായിട്ടൊക്കെ നല്ലതാണ്. പേപ്പർ വർക്ക്സ് അങ്ങനെയില്ല. പിന്നെ സിസ്റ്റം ഡൗൺ ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളൂ പേപ്പർ വർക്ക്സ് ആയിട്ട് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ഓറിയൻറ്റേഷൻ തരും. ഇപ്പോൾ നമ്മൾ ഓറിയൻറ്റേഷൻ ഇപ്പോൾ ഒരു 15 days ആണ്, നമുക്ക് മനസ്സിലായില്ല ഇപ്പം നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ നമ്മുടെ മാനേജറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വീണ്ടും ഓറിയൻറ്റേഷനൊക്കെ തരും. പിന്നെ ഇവിടെ RPN ഉണ്ടല്ലോ, രജിസ്റ്റേർഡ് നേഴ്സും രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നേഴ്സും. അത് വേറെ പ്രൊവിൻസിൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് അല്ലെങ്കിൽ LPN എന്നും പറയുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നമ്മൾ BSc വെച്ചിട്ട് നമ്മൾ RN ആയിട്ടാണ് ശരിക്കും വേണ്ടത്. പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ അസസ് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡിയുടെ ഇതും അതുപോലെ നമ്മുടെ ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് വ്യത്യാസം എന്ന് വെച്ചാൽ ശരിക്കും ഇവിടെയൊക്കെ RNഉം RPNഉം ഓൾമോസ്റ്റ് സെയിം ജോലിയാണ് ചെയ്തത്. പക്ഷേ സാലറി സ്കെയിൽ വ്യത്യാസമുണ്ട്, അവരുടെ യൂണിയനും വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ കോംപ്ലക്സ് കെയർ ആയിട്ടുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജനറലി പറയും RN ആണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ചാർജ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് RN ആണ്. അപ്പം ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ തന്നെ മാക്സിമം കഴിയുമ്പോൾ തന്നെ RNമാരെ ഇപ്പോൾ ഷിഫ്റ്റിൽ വേറെ ആരും ഇല്ലെങ്കിൽ ചാർജ് ഡ്യൂട്ടിക്ക് ഇടും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് ഒരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ ചാർജ് ഡ്യൂട്ടി ഒക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ്ഡ് RPN ഷിഫ്റ്റിലുണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒരു ടീം വർക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം ഇവിടുത്തെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ആദ്യം RPN എഴുതി ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് RN ചെയ്യാമെന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് RN ആയിട്ട് കയറുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെയുള്ളത് ഇവിടെ കെയർ ഹോംസ് ഉണ്ട്, ലോങ് ടൈം കെയർ ഉണ്ടല്ലോ, അതുപോലെ റിട്ടയർമെൻറ്റ് ഹോംസ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പം സൈക്യാട്രിക് ഹോസ്പിറ്റലുകളുണ്ട്, അക്യൂട്ട് കെയർ ഹോസ്പിറ്റലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ലോങ് ടൈം കെയർ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മുടെ RN ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവരൊരു മാനേജർ പോസ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ കൂടുതൽ RPN അതുപോലെ PSWമാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു എന്താ പറയുക കുറച്ചുകൂടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഫിസിക്കൽ വർക്ക് കുറവായിരിക്കും.
പിന്നെ എല്ലാവരും ചോദിക്കുന്ന സാലറിയെ കുറിച്ചാണ്. ശരിക്കും സാലറി എന്താ പറയുക, നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സാലറിയാണ്. പക്ഷേ ഇപ്പം എനിക്കൊന്ന് ഇപ്പം നാട്ടിലിപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം നമ്മുടെ സാലറി എങ്കിൽ നമുക്ക് ഓരോ പേ ചെക്ക് വരുമ്പോൾ ഇവിടെ ബൈ വീക്ക്ലി കേട്ടോ. അപ്പോൾ വരുമ്പം എനിക്ക് തോന്നുന്നൊരു 1.25 ലക്ഷമൊക്കെ അതിൽ കട്ട് ചെയ്ത് പോകും. അതായത് കട്ട് ചെയ്തെന്ന് വെച്ചാൽ ടാക്സും പിന്നെ നമ്മളീ പറഞ്ഞതുപോലെ ഈ പെൻഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് കിട്ടും. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു സാലറി സ്ലിപ്പിൽ നിന്ന് അത്രയും ഒരു പേ പോകുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയും പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ്. പിന്നെ വർക്ക് വൈസായിട്ട് എന്താ പറയുക, ഇവിടെ മെയിനായിട്ട് ഇപ്പം നമുക്ക് ടെലിമെട്രി ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ കാർഡിയാക് മോണിറ്ററൊക്കെ ചെയ്യണമെങ്കിൽ ECG ഒക്കെ നോക്കണമെങ്കിൽ നമ്മൾ ടെലിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് കോഴ്സ് ചെയ്യണം. അപ്പം ഓൾറെഡി നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ കോഴ്സ് പഠിക്കാനുള്ള ഇതുള്ളൂ. ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് റീഫണ്ട് കിട്ടും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം നമുക്ക് യൂണിയനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കോഴ്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പം അങ്ങനത്തെയുള്ള കോഴ്സുകളൊക്കെ മിക്കവാറും ഹോസ്പിറ്റലുകാർ സജസ്റ്റ് ചെയ്യാറുണ്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ PSWമാരുണ്ടാവും. ഇപ്പം ഞാൻ കയറിയ സമയത്തൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇപ്പം എന്താ പറയുക, ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫുൾ ടൈം PSWമാരൊക്കെ ഇടയ്ക്ക് മാറ്റും. അപ്പോൾ ചില സമയത്ത് ക്ലിനിക്കൽ എക്സ്റ്റേണൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് കുറച്ച് തിരക്കാണ്. അപ്പം ഞാനിപ്പോൾ മെഡിസിൻ വാർഡാട്ടോ. അപ്പം അവിടെ എല്ലാവരെയും നമ്മൾ എന്താ പറയുക, കെയറും കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഇപ്പം ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ജോനൂട്ടൻ്റെ പ്യൂറേ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു തേനീച്ച എന്താണ്ടോ വന്ന് ജോനൂട്ടൻ്റെ പുറകെ നടക്കും. അതാ ഞാൻ വീഡിയോ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ടെസ്റ്റിൻ്റെ കാര്യമല്ലേ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ മുന്നേ ആയിരുന്നപ്പോൾ ഞാൻ റിലയൻസിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് വാർഡിലൊക്കെയാണ് നമ്മൾ പേഷ്യൻസിൻ്റെ കൂടെ ടെസ്റ്റിന് പോകണം. ഇപ്പം MRI സ്കാൻ CT അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ പോകണം എന്നല്ലേ. ഇപ്പോൾ ഇവിടെ അതിന് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ സ്പെഷ്യലി ട്രെയിൻഡ് ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇല്ല ബൈ ബൈ ഇല്ല, ഇങ്ങ് വാ. ഇല്ല ഇപ്പം ബൈ ബൈ ഇല്ല, വാ. അപ്പം ഇപ്പം നമുക്കൊരു 6 പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പേഷ്യൻസിൻ്റെ കൂടെ ഇപ്പോൾ MRIക്കൊക്കെ പോയാൽ നമ്മൾ ഒത്തിരി സമയം പോകത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സ്ട്രെസ്സില്ല. പിന്നെ ഓരോന്നിന് ഓരോ കാറ്റഗറി ആൾക്കാരുണ്ട്. ഡയറ്റീഷ്യനുണ്ട്, അതുപോലെ സോഷ്യൽ വർക്കർ, അങ്ങനെ എല്ലാത്തിനും ഓരോ ആൾക്കാർ റെസ്പോൺസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നാട്ടിലെ പോലെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കേണ്ട ഒരു പണിയില്ല. ഞാൻ ശരിക്കും നാട്ടിൽ ICUലും പിന്നെ സൗദിയിലും ICUലും വർക്ക് ചെയ്തത്. അപ്പം എന്നാലും ഇങ്ങനെ വാർഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര പാടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. പേഷ്യൻ്റ് റേഷ്യോ ഡേ ടൈമിൽ ഒരു ദിവസം 4 ആണ്, ഒരു ദിവസം 5 അങ്ങനെ. നൈറ്റിൽ ചിലപ്പോൾ 5 to 6 ഒക്കെ വരും. അതും ഡിപ്പെൻസ് ആട്ടോ. ഇവിടെ ഒരു കുരുത്തക്കെട്ട ആളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോകളൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ എനിക്കിവിടെ ഒരു നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലെ പോലെ ഇങ്ങനെ എന്താ പ്രത്യേകിച്ച് സീനിയോറിറ്റി, അതുപോലെ എന്താ പറയുക, ഒരു വെർബൽ അബ്യൂസ്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്ന് ഭയങ്കര ബോസിയായിട്ട് നമ്മളോട് ഓർഡർ ചെയ്യുക, സാറെന്നും പറഞ്ഞ് പുറകെ നടക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നു, അവനവൻ്റെ കാര്യം നോക്കുന്നു, പോകുന്നു. എന്തെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ വെർബൽ അബ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പണിഷബിൾ ഒഫൻസാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ റേസിസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം ശരിക്കും അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലില്ല. എന്നാലും ഓരോ ആൾക്കാരും ഓരോടത്തും ഡിഫറെൻ്റ് അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എന്നാലും ഇവിടെ അങ്ങനെ കറക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല. എന്നാൽ ചെറിയ രീതിയിൽ കാണിക്കുന്നവരും ഉണ്ട്. നമ്മളതങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുക, അങ്ങനെ നമ്മളെ മൈൻഡ് എന്താ പറയുക, നമ്മളെ ബാധിക്കുന്ന രീതിയിലല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടുക. എന്ന് വിചാരിച്ചിങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നേരിട്ടത് പറയുന്നൊന്നുമല്ല, ഒരു എന്താ പറയുക, എന്തോ ഒരു രീതിയിൽ ചെറുതായിട്ടുണ്ട്. പക്ഷെ നമ്മളത് അഫക്റ്റ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും അത്. പിന്നെ നമുക്ക് നമ്മുടെ സ്കില്ലുണ്ട്,
നമ്മളത് നമ്മുടെ സ്കില്ല് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പം പിന്നെ ഈ പറയുന്ന ആൾക്കാരും നമ്മുടെ കൂടെ തന്നെ പുറകെ വരും. എന്താ പറയുക, എല്ലാ ഒരു ആദ്യത്തെ ഒരു കുറച്ച് നാളത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു നല്ല കാര്യം തോന്നിയ സിക്ക് ലീവൊക്കെ. ഇപ്പം നമുക്ക് സിക്ക് ലീവ് വിളിക്കണം. അപ്പം അതിന് ഇത്ര നമ്പേഴ്സ് ഓഫ് സിക്ക് ലീവ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വിളിച്ചിപ്പോൾ ഈവൻ ലീവ് ഓഫ് ആബ്സെൻസ് വിത്തൗട്ട് പേ ആണെങ്കിൽ പോലും നമുക്ക് എടുക്കാം. എന്താ പറയുക, നമ്മളിങ്ങനെ പുറകെ പോയി എമർജൻസിയിൽ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ സ്റ്റാഫായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കേഷൻ റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറേയൊക്കെ പ്രിവിലേജ് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്. പിന്നെ ഒരു കാര്യം ബ്രേക്ക് അവേഴ്സാണ്. ഇപ്പം നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ബ്രേക്ക് അവേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ബ്രേക്കിന് മുമ്പം നമ്മുടെ പാർട്ട്ണർ നമ്മുടെ പേഷ്യൻസിനെ കവർ ചെയ്യും. അത് എന്താ പറയുക, എല്ലാവരും പോകും ഇവിടെ. ഇപ്പോൾ പേഷ്യൻസിൽ എനിക്കും ആദ്യം വന്നപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടല്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു ന്യൂ മെഡിസിൻ ആഡ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നാട്ടിലൊരു ദിവസം നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കൂലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മളപ്പോൾ പോയി നമ്മുടെ ബ്രേക്ക് എടുക്കുക, നമ്മുടെ പാർട്ട്ണറിനോട് പറയുക ഇന്ന പോലെ ഡ്യൂ ഉണ്ട്, നിനക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ കൊടുക്കുക, സമയമുണ്ടെങ്കിൽ ഇല്ല ഞാൻ വന്നിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. അങ്ങനെ ഒരു കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നൈറ്റ് ആണെങ്കിലും നമുക്ക് സ്ലീപ്പ് ടൈമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ പേഷ്യൻറ്റിനെ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ചും. അപ്പോൾ അത് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്താട്ടോ. അതുപോലെ ഓരോ ഫ്ലോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ പറ്റും. നൈറ്റ് ആണെങ്കിലും നൈറ്റിൽ നമുക്ക് കൂടുതലൊരു 3 മണിക്കൂറൊക്കെ കിട്ടാറുണ്ട്. ഡേ ആണെങ്കിൽ 1 അവർ ലഞ്ച് ബ്രേക്ക്, പിന്നെ ഒരു 30 മിനിറ്റ്സ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി, അങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനെ ഫോൺ പിടിച്ച് അങ്ങനെ പ്ലാൻഡായിട്ടൊന്നും വീഡിയോ എടുത്താൽ ഇങ്ങനെ ചുമ്മാ പുറത്തിരുന്നപ്പോൾ ജോണൂട്ടിന് ഇതിലെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ മൂഡ് മാറി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ എല്ലാവർക്കും നൈസ് ഡേ.